മത്സരം കടുക്കുമെന്നുള്ളതാണ്. KPCC അധ്യക്ഷനും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും തമ്മിലുള്ള മത്സരം എന്ന രൂപത്തിലാണ് മണ്ഡലത്തിലെ മത്സരം ശ്രദ്ധേയമാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കണക്കുകൾ നോക്കുമ്പോൾ പേരാവൂരിന്റെ പൂർണ്ണമായും UDF മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ചരിത്രത്തിൽ അങ്ങനെയല്ല. 2006 NCPയിൽ നിന്നും CPM സീറ്റ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് അവിടെ ആദ്യ മത്സരത്തിൽ KK ശൈലജ മത്സരിക്കുന്നു. KK ശൈലജ മത്സരിക്കുമ്പോൾ അപ്പുറത്തെ എതിരാളി പ്രൊഫസർ AD മുസ്തഫയാണ്. അന്ന് KK ശൈലജയുടെ ഭൂരിപക്ഷം 9099 വോട്ടുകളാണ്. പിന്നീട് 2011 സണ്ണി ജോസഫിനോട് KK ശൈലജ തോൽക്കുന്നത് 3440 വോട്ടിനാണ്. 2011 മുതൽ സണ്ണി ജോസഫ് മത്സരിക്കാൻ തുടങ്ങിയത് മുതൽ മണ്ഡലം വേറെ ആർക്കും പോയിട്ടില്ല. കോൺഗ്രസ് തന്നെ സണ്ണി ജോസഫ് തന്നെ വിജയിക്കുന്നു എന്നുള്ളതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം 7989. അതായത് സണ്ണി ജോസഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പ് 2016. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമാണല്ലോ. അത് ഇടത് തരംഗം ആഞ്ഞു വീശിയ തിരഞ്ഞെടുപ്പാണ് 2021. അതായത് തുടർ ഭരണത്തിലേക്ക് വന്ന 2021 തിരഞ്ഞെടുപ്പ്. അപ്പോൾ കണ്ണൂരിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും അടിപതറിയപ്പോഴും പേരാവൂരും ഇരിക്കൂറും UDFിനൊപ്പം നിന്നതാണ്. അവിടെ സണ്ണി ജോസഫ് ഭൂരിപക്ഷം പക്ഷേ കുറയുകയാണ്. 3172 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. അതായത് നേരത്തെ 2016 5.9% അദ്ദേഹത്തിന് കിട്ടിയതെങ്കിൽ 2021 ആകുമ്പോഴേക്കും 2.2% കുറയുന്നുണ്ട്. പക്ഷേ മണ്ഡലം നിലനിർത്തുന്നു. ഈ ഇടത് തരംഗത്തിലും ഒലിച്ചു പോകാതെ ആ മണ്ഡലം UDFിനൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്കാണ് ആ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇനി മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ 30% കുടിയേറ്റ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള 30% ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പേരാവൂർ മണ്ഡലം എന്നുള്ളത് സണ്ണി ജോസഫിന്റെ സ്വന്തം നാടാണ്. ഓരോ വോട്ടറെയും നേരിട്ട് പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതും സണ്ണി ജോസഫിന് അനുകൂലമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ, അദ്ദേഹം അവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി എന്നുള്ള അവകാശവാദം അവിടെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമാകുന്നത് 10 വർഷത്തിന് ശേഷം തുടർഭരണത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും? അത് സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം കൂട്ടുമോ? അതോ ഈ ഭരണവിരുദ്ധ വികാരം MLAയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാമല്ലോ. MLA തുടർച്ചയാകുന്നു എന്നുള്ള രൂപത്തിലുള്ള ഭരണവിരുദ്ധ വികാരം MLAക്കെതിരെ പ്രതിഫലിക്കുമോ? അങ്ങനെയെങ്കിൽ അത് KK ശൈലജയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്.